പാല് വേണ്ടമ്മേ. രചന TP കല്ലാധരൻ. ചിത്രീകരണം സന്ദീപ് K. ലൂയിസ്. പൂച്ചക്കുഞ്ഞുങ്ങൾ അമ്മയെ കാത്തിരിപ്പാട്. അമ്മ വരട്ടെ തുറന്നു പറയണം. എന്നും ഇങ്ങനെയായാൽ പറ്റില്ലെന്ന് അമ്മ വന്നു. അവർ പരാതിപ്പെട്ടു. മടുത്തമ്മേ, മടുത്തു. പാല് കുടിച്ചു മടുത്തു. രാവിലെ പാല്, ഉച്ചയ്ക്ക് പാല്, സർവനേരം പാല്. ഇനി മുതൽ വേറെ തീറ്റ മതി. പാല് വേണ്ടേ വേണ്ട. അമ്മ പൂച്ചയ്ക്കു ചിരി വന്നു. പുറത്തു മഴ തുടങ്ങി. അമ്മ അവരെ ചേർത്തു പിടിച്ചു. അമ്മേ, നാളെ മുതൽ ഞങ്ങൾക്ക് എന്തൊക്കെയാ തിന്നാൻ തരിക? പൂച്ചക്കുഞ്ഞുങ്ങൾ ചോദിച്ചു. അമ്മ അവരെ വാത്സല്യത്തോടെ നക്കി തുടിച്ചു. തള്ളപ്പൂച്ച പറഞ്ഞു തുടങ്ങി. നമ്മൾ പൂച്ചകൾ മീൻ തിന്നും. പൂച്ചക്കുഞ്ഞുങ്ങൾ ഇടക്കു കയറി ചോദിച്ചു. മീൻ എവിടെയാ ഉള്ളത്? വെള്ളത്തിൽ. പൂച്ചക്കുഞ്ഞുങ്ങൾ പരസ്പരം നോക്കി. റെഡി, 1, 2, 3. ഒരൊറ്റ ഓട്ടം. പുറത്ത് മഴ, മുറ്റം നിറയെ വെള്ളം. അവർ മീൻ പിടിക്കാൻ വെള്ളത്തിലിറങ്ങി. എവിടെ മീൻ? കുറെ ഉണങ്ങിയ ഇലകൾ മാത്രം. അവർ മടങ്ങിയെത്തി. മുഖം വീർപ്പിച്ച് ഇരിപ്പായി. അമ്മയ്ക്കു കാര്യം മനസ്സിലായി. കേട്ട പതി, കേൾക്കാത്ത പതി. എന്തിനാ ഓടിയത്? അമ്മ ചോദിച്ചു. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടേ പുറപ്പെടാവൂ. തിടക്കം വേണ്ടട്ടോ. ആ ഉപദേശം അവർക്കു രസിച്ചില്ല. അവർ പിണങ്ങിയിരിപ്പാണ്. നാളെ നമ്മൾക്ക് ഇട പിടിക്കാൻ പോകാം. അമ്മ അവരെ ആശ്വസിപ്പിച്ചു. അതിനെ പരിശീലനം വേണം. ദേ ഈ വാലിൽ ആർക്കാ പിടിക്കാൻ പറ്റുക? പൂച്ചക്കുഞ്ഞുങ്ങൾ അമ്മയുടെ വാലനക്കം ശ്രദ്ധിച്ചു. 1, 2, 3 ടാപ്പ്. ഒരൊറ്റ ചാട്ടം കിട്ടിയില്ല. വീണ്ടും അവർ തയ്യാറെടുത്തു. വാലുപിടുത്തം തുടർന്നു. പിറ്റേ ദിവസമായി പൂച്ചക്കുഞ്ഞുങ്ങൾ ഉത്സാഹത്തിലാണ്. അമ്മയും മക്കളും ഇര പിടിക്കാൻ പുറപ്പെട്ടു. ഒരു തടിക്കിടയിലാണവർ എത്തിയത്. അമ്മ പറഞ്ഞു, ശ്രദ്ധിച്ചു നിൽക്കണം. ഞാൻ പുല്ലുകൾ ഇളക്കും. അപ്പോൾ പച്ചക്കുതിരകൾ ചാടും. പിടിച്ചോണം. ഓ റെഡി. പൂച്ചക്കുഞ്ഞുങ്ങൾ തയ്യാറായി. അമ്മ പുൽത്തടപ്പുകൾ വകഞ്ഞു മാറ്റി. അതാ ഒരു പച്ചക്കുതിര മേലേക്ക് ഉയർന്ന് ഒരഭ്യാസം. അതിന്റെ ചേലൊത്ത ചാട്ടം പൂച്ചക്കുഞ്ഞുങ്ങൾക്കിഷ്ടമായി. അവർ മടങ്ങി വിശപ്പ് കൂടിവന്നു. അപ്പോൾ പൂച്ചക്കുഞ്ഞുങ്ങൾ പറഞ്ഞു, അമ്മയ്ക്കു വിരോധമില്ലെങ്കിൽ ഇന്നും കൂടി പാല് കുടിക്കാൻ. അടുത്ത ദിവസം 2 പൂച്ചക്കുഞ്ഞുങ്ങളും പുറപ്പെട്ടു. എലി പിടിക്കണം. എലിയെപ്പറ്റി അമ്മ പറഞ്ഞത് അവർ ഓർത്തു.
കൂർത്ത മുഖം, ചാര നിറം, കൂർത്ത പല്ലുകൾ, നീണ്ട വാല്, വറ്റ ചെവി. എലിയെ പിടിക്കാൻ ഒരു പ്രയാസവുമില്ല. എല്ലാം അമ്മ പറഞ്ഞിട്ടുണ്ട്. ശബ്ദമുണ്ടാക്കരുത്, പതുങ്ങി ചെല്ലണം, അമ്മിച്ചിരിക്കണം, ലാക്കു നോക്കണം, പിന്നെ ഒരൊറ്റ ചാട്ടം. പിടിച്ചാൽ പിടിവടുത്ത് കടിച്ചു കുടയണം. മറക്കത്തിരിക്കാൻ അവർ ഒരു വിട്ടു കൊണ്ടിരുന്നു. എലി വരട്ടെ, കാണിച്ചു കൊടുക്കാം. അവർ തല ഉയർത്തി നടന്നു ചുറ്റും നോക്കി. അതാ ഒരു ജീവി, ചാര നിറം, കൂർത്ത മുഖം, പിന്നെ കൂർത്ത പല്ലുകൾ. എലി തന്നെ. അവർ ശബ്ദമുണ്ടാക്കാതെ പതുങ്ങി അടുത്തേക്കു ചെന്നു. പമ്മിയിരുന്നു ലാക്കു നോക്കി. പെട്ടെന്ന് ആ ജീവി അവരെ കണ്ടു. അത് പൂച്ചക്കുഞ്ഞുങ്ങളുടെ നേരെ തിരിഞ്ഞു. പൂച്ചക്കുഞ്ഞുങ്ങൾ പരസ്പരം നോക്കി. റെഡി, 1, 2, 3. ഒരൊറ്റ ഓട്ടം. ജീവി പുറകെ ചോദിച്ചു, അമ്മേ, എലി കുരയ്ക്കുമോ? വിവരമെല്ലാം കേട്ടപ്പോൾ അമ്മയ്ക്ക് ചിരി പൊട്ടി. മക്കളെ, അത് പട്ടിയല്ലേ, അമ്മ പറഞ്ഞു. ഓടിത്തളർന്ന പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് വിശപ്പ്, വല്ലാത്ത വിശപ്പ്. ഇന്നിനി എന്താ കഴിക്കുക? അവർ പരസ്പരം നോക്കി. അമ്മയുടെ അടുത്തേക്ക് ചേർന്നിരുന്നു. അമ്മയ്ക്ക് വിരോധമില്ലെങ്കിൽ ഇന്നും കൂടി ഞാവ് 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 ഞാവ്. ഓഫി.